ഹലോ, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂടത്ത് മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനൊക്കെ. അതിന് വേണ്ടിയിട്ട് അത് നമ്മളൊരു ബോൾ എടുക്കുക. പിന്നെ നമ്മളടുത്ത് എല്ലാ കട്ട് ഫ്രൂട്ടും ആണ് നമുക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് ഈത്തപ്പഴവും വത്തക്കയും മുന്തിരി ഉണ്ടാകുന്നുള്ളൂ. ആപ്പിള്, അതുപോലെ അനാറ് അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പഴം നുറുക്കിയതൊക്കെ ചേർക്കുക. നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കുക. നിങ്ങളിത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒരുവിധമൊക്കെ ചേർക്കുക. ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അടിച്ച ഫ്രഷ് ക്രീം ഉണ്ടാവില്ലേ, അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പേരുണ്ട്, അപ്പോൾ അനുസരിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതലാണെങ്കിൽ കൂടുതൽ. പിന്നെ അത് നല്ലോണം മിക്സ് ആക്കുക. എല്ലായിടത്തേക്കും ഫ്രൂട്ട്സും ക്രീമും ഒരേപോലെ ആവണ പോലെ നല്ലതുപോലെ നല്ല മിക്സാക്കി കൊടുക്കുക. നല്ല മിക്സാക്കിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. അതിൽ കുറച്ച് മധുരം ഉണ്ടാവും, കാരണം അത് ഇപ്പോഴേക്കും തന്നെ മധുരം ഉണ്ടാവില്ലേ. കുറച്ച് പാലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇത് അടിപൊളിയാട്ടോ, നമ്മൾ ചിയാ സീഡ് എന്നൊക്കെ പറയൂലേ, അത് ഹെൽത്തിയാണ്. പിന്നെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും കഴിക്കുക. ഓരോരുത്തർ ഇഷ്ടമാണ്. ഇതും കൂടി ഉണ്ടെങ്കിൽ ഒന്നൊരു ഉഷാറായെന്ന് മാത്രം. അതും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ തന്നെ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പം കൊടുക്കരുത്. ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായി ഒന്ന് നല്ല കട്ടയല്ല, ചെറുതായിട്ടൊന്ന് തിക്നെസ്സായിട്ട് ഇതുപോലെ ആവശ്യാനുസരണം കുട്ടികൾക്ക് ബൗളിലേക്കാക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. തീ പോലും കത്തിക്കറി ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.